പ്രൊഫസർ AG ജോർജ് കൂടെ ചേരുന്നുണ്ട്. ശ്രീ AG ജോർജ്, ഇപ്പോൾ നമുക്കറിയാം പാലക്കാട് തെരഞ്ഞെടുപ്പിന് സമാനമായ ഒരു രീതി തന്നെയാണ് നിലമ്പൂരിലും കാണുന്നത്. നിലമ്പൂരിൽ അങ്ങനെ വോട്ടെടുപ്പാനുള്ള തീയതി അടുക്കും തോറും പല രീതിയിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ തന്നെയാണ് കാണുന്നത്. അതിൽ തന്നെയാണ് ഈ ഒരു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ കണ്ട നീലപ്പെട്ടി വിവാദം ആളിക്കത്തിയിരുന്നു. അതിലൊന്നും നടന്നില്ല, ഒന്നും കണ്ടെത്താൻ മാത്രമായില്ല, എല്ലാം വെറുതെ ഇപ്പോൾ ഒരു കഥ മാത്രമായി മാറി. അതേ സംഭവം തന്നെയാണോ നിലമ്പൂരിലും ആവർത്തിക്കുന്നത്? ഇന്നലെ രാത്രി ഉണ്ടായ കാര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അക്ഷയ, ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് CPM ഈ തരത്തിൽ അധപ്പതിച്ചു പോയ ഒരു സാഹചര്യം ഇത് രണ്ടാം വട്ടമാണ് കേരളത്തിലെ പൊതുസമൂഹം കണ്ടത്. എത്ര അപഹാസ്യമായ നിലവാരമില്ലാത്ത ഒരു നിലയിലേക്കാണ് ഭരണകക്ഷിയായിട്ടുള്ള CPM ഇപ്പോൾ ഓരോ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമ്മളൊക്കെ കണ്ടതല്ലേ? ഇതൊരു അപഹാസ്യ നാടകം പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അക്ഷയ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പൊതുസമൂഹം കാണുകയും അതിന്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ഒരു നിലവാര തകർച്ചയും അതുപോലെ തന്നെ അപഹാസ്യതയും CPM നേരിട്ടിട്ടും ഇവർ ഇതിൽ നിന്നും ഒരു പാഠം പഠിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി നിലമ്പൂരിൽ പാലക്കാട്ടിനേക്കാൾ കടുത്തതായിരിക്കുമെന്ന് സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം മനസ്സിലാകും. പക്ഷേ ഇതിനകത്ത് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ചില ധാർമ്മികതയുടെ പ്രശ്നമൊക്കെ ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സാങ്കേതികമായി പറയാം, സാധാരണ പരിശോധിക്കുന്നത് പോലെ അവർ പരിശോധിച്ചതാണ്, തെരഞ്ഞെടുപ്പ് കാലത്ത് പരിശോധിക്കുമെന്നൊക്കെ പറയാം. ഇപ്പോൾ അവിടെ നമ്മൾ കണ്ട കാഴ്ച നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ഒരു പാർലമെന്റ് അംഗവും ഒരു നിയമസഭാ അംഗവും സഞ്ചരിച്ച കാറിൽ അവർക്ക് പരിശോധിക്കാനുള്ള അവകാശമുണ്ട്. ഉദ്യോഗസ്ഥന്മാർക്ക് തർക്കമൊന്നുമില്ല. MLA ആയാലും MP ആയാലും അവരെ നിയമത്തിൻ്റെതായിട്ടുള്ള ചട്ടക്കൂട്ടിനകത്ത് പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ്. പക്ഷെ അവിടെ കണ്ട നാടകം സാമാന്യ ബുദ്ധിയുള്ളവർക്കൊന്നും മനസ്സിലാകില്ലെന്നാണോ അക്ഷയ അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതായത് അവരോട് വണ്ടി നിർത്താൻ പറയുന്നു. MP ഓടിച്ചുകൊണ്ടിരുന്ന വണ്ടി അദ്ദേഹം സൈഡിലേക്ക് ഒതുക്കി നിർത്തുന്നു. അവരോട് ഡിക്കി തുറക്കാൻ പറയുന്നു. അവർ ഡിക്കി തുറക്കുന്നു. പെട്ടി തുറക്കണം എന്ന് പറഞ്ഞ് പെട്ടിയെടുത്ത് താഴേക്ക് വെച്ചപ്പോൾ അവരുടെ ഉദ്യോഗസ്ഥർ പറയുകയാണ്, നിങ്ങൾക്ക് പോകാം. ഇത് അങ്ങേ അറ്റത്തെ ഒരു തരം പറഞ്ഞാൽ ഒരു ഭരണകൂട ഭീകരതയല്ലേ അവർ കാട്ടുന്നത്? ഇവർക്ക് എന്ത് അവകാശം ഈ തരത്തിൽ ആളുകളെ അധിക്ഷേപിക്കാൻ? അവർ ജനപ്രതിനിധികളല്ലേ? അവർക്ക് യഥാർത്ഥത്തിൽ അക്ഷയ പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ ന്യായമായ രീതിയിൽ പെട്ടിയെടുത്ത് പുറത്തു വെച്ച് പരിശോധിക്കാൻ അവർ പറയുമ്പോൾ പെട്ടി തുറന്നു നോക്കട്ടെ. കാരണം പെട്ടിക്കകത്തെ ഉള്ളടക്കമാണല്ലോ ഇതിനകത്തെ പ്രധാന അന്വേഷണം. ഇത് തന്നെയായിരുന്നല്ലോ പാലക്കാട്ട് പാതിരാത്രിയിൽ. അവിടുത്തെ ഇതും തമ്മിലുള്ള വ്യത്യാസം അതൊരു ഹോട്ടലിൽ വെച്ചായിരുന്നു, ഇത് നടു റോഡിൽ വെച്ചാണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. അന്ന് പാലക്കാടുണ്ടായതായ അപഹാസ്യതയുടെ ആ ഒരു നില എത്രമാത്രമായിരുന്നുവെന്ന് നമ്മളെല്ലാവരും കണ്ടതാണല്ലോ. ഇവരൊന്നും പറഞ്ഞതുപോലെ അമ്മാവ എന്നെ തല്ലേണ്ട, ഞാൻ നന്നാവില്ല എന്ന ഒരു പ്രമാണം പോലെയാണ് ഇപ്പൊ CPM-ന് സംഭവിച്ചിരിക്കുന്നത്. അവർ ആകെ പരിഭ്രമത്തിലാണ്. അധികാരത്തിലിരിക്കുന്ന ആ ഭരണകൂടം ജീവനക്കാരെ ഈ തരത്തിലുള്ള കോപ്രായങ്ങൾ കാട്ടി അവരുടേതായിട്ടുള്ള ഇംഗിതത്തിന് വഴങ്ങിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിൽ പറഞ്ഞാൽ അവരുടെ പരാജയത്തിന്റെ ഒരു ഭീതി കൊണ്ടാണെന്ന് പറഞ്ഞാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല. ഇത് വളരെ നിലവാരമില്ലാത്തതായി പോയി. ഈ ഒരു നടപടി അങ്ങേയറ്റം അപഹാസ്യവും നിലവാര തകർച്ചയുണ്ടാക്കുന്നതുമാണ്. അതുകൊണ്ട് ഇതിന്റെ തിരിച്ചടി നിലമ്പൂരെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും അക്ഷയ എന്ന കാര്യത്തിലും സാധാരണ ജനങ്ങൾക്കാർക്കും തർക്കമില്ല. അവരെന്തായാലും ഈ തെരഞ്ഞെടുപ്പ് രംഗം കഴിയുമ്പോൾ സ്വാഭാവികമായി ഈ ഉദ്യോഗസ്ഥരൊക്കെ സർവീസിലുള്ളവരും മറ്റുമൊക്കെ ആണല്ലോ. അപ്പോൾ അവരൊക്കെ ഈ തരത്തിലൊരു രാഷ്ട്രീയ കക്ഷിയുടെ ഇംഗിതം അനുസരിച്ച് അവരുടെ താളത്തിനനുസരിച്ച് തുള്ളുന്ന രീതിയിലേക്ക് ഈ തരത്തിൽ താണു പോയിട്ടുണ്ടെങ്കിൽ അവർക്കും അതിൻ്റെതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സർവീസിൽ അനുഭവിക്കേണ്ടി വരുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതായിട്ട് വരും. അങ്ങനെ സംഭവിച്ചാൽ പോലും അതിനകത്ത് തീർച്ചയായും സർ, അങ്ങനെയെങ്കിൽ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇപ്പോൾ ഈ ഒരു പരിശോധനകൾ നടന്നോട്ടെ, ഉദ്യോഗസ്ഥർ അവരുടെ പണിയെടുത്തോട്ടെ, പക്ഷെ ഒരു ഏകപക്ഷീയമായ ഒരു പരിശോധനയാണ് ഇവിടെ നടന്നത് എന്ന് തന്നെയല്ലേ വ്യക്തമാകുന്നത്? അല്ല അക്ഷയ, അത് വളരെ വ്യക്തമാണല്ലോ. കാരണം നാളിതുവരെ അക്ഷയൊക്കെ ഒരു മാധ്യമ പ്രവർത്തകയാണല്ലോ. ഇന്ന് വരെ നിങ്ങൾ ഈ നിലമ്പൂരെ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണം ആരംഭിച്ചപ്പോൾ മുതൽ കോൺഗ്രസിന്റെ അല്ലാതെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതാക്കന്മാർ സഞ്ചരിച്ച വാഹനം പരിശോധിച്ചതായിട്ടോ അവരുടെ പെട്ടി പരിശോധിച്ചതായിട്ടോ നിങ്ങൾ ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. സാധാരണ ഒരു MLA-യോ അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു പാർട്ടി നേതാവോ MP-യോ സഞ്ചരിക്കുന്ന വാഹനം പരിശോധിച്ചാൽ നിമിഷ നേരത്തിനകം നിങ്ങൾ വാർത്തകൾ പ്രസിദ്ധീകരിക്കുമല്ലോ. നാളിതുവരെ നിങ്ങൾ അങ്ങനെ ഒരു വാർത്ത പ്രസിദ്ധീകരിച്ചില്ലല്ലോ.
അപ്പൊ അതിൽ നിന്ന് വളരെ വ്യക്തമല്ലേ അക്ഷയ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ചോദ്യത്തിൽ തന്നെ ഉണ്ടല്ലോ. മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽപ്പെട്ട CPM-ലോ CPI-ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലുള്ള ഏതെങ്കിലും നേതാക്കന്മാരുടെയോ ജനപ്രതിനിധിയുടെയോ പെട്ടി പരിശോധിക്കുകയോ വാഹനം തടഞ്ഞു നിർത്തുകയോ ചെയ്തതായിട്ട് നിങ്ങൾ ആരും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ. ഇനി നാളെ പരിശോധിക്കുമെന്ന് പറഞ്ഞെന്നാണ് അവിടെ കേൾക്കുന്ന വാർത്ത. അത് അതിനേക്കാൾ അപഹാസ്യമല്ലേ. അവരെ ഏതെങ്കിലും തരത്തിൽ അവരുടെ മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി നാളെ ഒരു ലോക്കൽ പ്രാദേശിക നേതാവിനെയോ ഒരു ഏരിയ സെക്രട്ടറിയുടെയോ ഓട്ടി തടഞ്ഞു നിർത്തിയിട്ട് അവരുടെ പെട്ടിയോ ബാഗോ പരിശോധിച്ചാൽ ഞങ്ങൾ എല്ലാവരുടെയും പരിശോധിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനേക്കാൾ അപഹാസ്യമായി തീരില്ലേ? അത് സംഭവിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അക്ഷയ ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇത് പരാജയം മുൻകൂട്ടി കണ്ടതിന്റെ ഫലമായിട്ടുണ്ടാകുന്ന പരിഭ്രമമാണ്. ആകപ്പാടെ മുങ്ങിച്ചാകാൻ പോകുന്ന ഈ പറയുന്ന ആളെ വൈക്കോൽ തിരുപ്പിനും പിടിക്കുമെന്ന് പോലെ കിട്ടുന്നതൊക്കെ പിടിക്കാൻ ശ്രമിക്കുകയാണ്. ഇവർക്ക് തിരിച്ചടിക്കുമെന്ന് മനസ്സിലാക്കാനുള്ള വിവേകമെങ്കിലും ഈ നേതാക്കന്മാർക്കുണ്ടാകണം. ഈ നേതാക്കന്മാർ അവരുടെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ഈ പാവപ്പെട്ട ജീവനക്കാരെ ഇതുപോലെയുള്ള കുഴിയിൽ ചാടിക്കാതിരിക്കാൻ ശ്രമിക്കണം. പരിശോധിക്കാനുള്ള നിയമപരമായ അവകാശത്തെ ആരും ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ ഈ തരത്തിലുള്ള പോരാട്ട നാടകങ്ങൾ അവസാനിപ്പിക്കില്ലെങ്കിൽ CPM-ന് പാലക്കാട്ട് കിട്ടിയതിനേക്കാൾ വലിയ ആക്കത്തിലുള്ള തിരിച്ചടി ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സർ, ഒരു കാര്യം കൂടെ, പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനിടയിലും ഇത് തന്നെയാണ് നമ്മൾ കണ്ടിരുന്നത്. അതായത് ഷാനിമോൾ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ എന്നിവരുടെ മുറികളിലായിരുന്നു അർദ്ധരാത്രി ഈ കള്ളപ്പണം ഉണ്ട് എന്ന് ആരോപിച്ച് ഒരു പരിശോധന നടത്തിയത്. എന്നാൽ അത് ആരോപണങ്ങളൊക്കെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല, ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉജ്ജ്വല വിജയം കൈവരിക്കുകയും ചെയ്തു. ഇപ്പോൾ നിലമ്പൂരിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ സമാനമായ ഒരു രീതിയിൽ വിജയം ഭയം അത് ഉള്ളിലുള്ളത് കൊണ്ടായിരിക്കുമോ ഇത്തരത്തിലൊരു നാടകം അവിടെ നടക്കുന്നത്? അക്ഷയ അതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. അക്ഷയ പറഞ്ഞതിനകത്തെല്ലാം ചോദ്യവും ഉത്തരവും ഉണ്ട്. പാലക്കാട്ട് നിങ്ങളൊക്കെ ഇത് റിപ്പോർട്ട് ചെയ്തു, നമ്മളെ പോലുള്ള പൊതുസമൂഹത്തിലുള്ളവരെല്ലാം പാലക്കാട്ടെ സംഭവം A to Z കണ്ടവരാണല്ലോ. എന്തായിരുന്നു അവരുടെ ഉദ്ദേശം, അവസാനം എങ്ങനെ സംഭവിച്ചു, അവസാനം അവർക്ക് പരോക്ഷമായിട്ട് ഈ അന്വേഷണത്തിന് വിധേയമാരുടെ മുമ്പിൽ പോലും മാപ്പ് പറയേണ്ടി വന്നില്ലേ? ഷാനിമോൾ ഉസ്മാന്റെയും ബിന്ദു കൃഷ്ണയുടെയും ഒക്കെ പെട്ടി പരിശോധിച്ചതിന്റെ ഫലം നമുക്ക് പുറത്തു പറയാൻ കൊള്ളുന്നതല്ലല്ലോ. അതുപോലും നമ്മൾ പറയുന്നില്ല. പക്ഷേ എത്ര വലിയ ഒരു തിരിച്ചടിയാണ് അതിൽ നിന്നൊക്കെ അവർക്ക് കിട്ടിയത്. 2 വനിതാ നേതാക്കന്മാരുടെ പെട്ടി പരിശോധിക്കാൻ കാട്ടിയ താല്പര്യം ഒക്കെ എത്രമാത്രം ദുരൂഹമായ രീതിയിലാണ് അവർ കൈകാര്യം ചെയ്തത് എന്ന് നാം കാണണം. അതിനുശേഷം അവർക്കുണ്ടായിട്ടുള്ള തകർച്ചയെക്കുറിച്ച്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ അക്ഷയ പറഞ്ഞത്, അതിൽ നിന്ന് അവർക്ക് പാഠം പഠിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഇവർ എന്തൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ് നടത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അക്ഷയ സൂചിപ്പിച്ചതുപോലെ തന്നെ പാലക്കാട്ട് അവർക്ക് ഏതു തരത്തിലുള്ള തിരിച്ചടി ഉണ്ടായോ അതിന്റെ 2 ഇരട്ടി ആക്കത്തിൽ ഈ നിലമ്പൂരിൽ തിരിച്ചടി CPM-ന് ഉണ്ടാകും. ഈ ഒരു കാരണം കൊണ്ട് തന്നെ ഒരുപക്ഷെ 1000 വോട്ട് കൂടുതൽ കിട്ടിയാലും ഷൗക്കത്തിന് അത്ഭുതപ്പെടേണ്ടതായി വരില്ല. കാരണം അത്രമാത്രം ജനങ്ങൾ വെറുത്തു കഴിഞ്ഞു. ഈ തരത്തിലുള്ള കാപട്യങ്ങളെ മുഴുവൻ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഇനിയെങ്കിലും ഇവർ ഈ പറയുന്ന പരാജയ ഭീതിയിൽ നിന്ന് ഇത്തരം വില കുറഞ്ഞ പ്രചാരണങ്ങളുമായി ഇറങ്ങാതെ മാനമായി രാഷ്ട്രീയ പ്രചരണം നടത്തി എതിരാളിയെ പരാജയപ്പെടുത്താൻ നോക്കുന്ന ആ പാഠമെങ്കിലും പഠിച്ചില്ലെങ്കിൽ അവർക്ക് ഇനിയും ഉണ്ടാകാവുന്ന പതനം നമുക്ക് ഊഹിക്കാവുന്നതിൽ അപ്പുറമായിരിക്കും നിലമ്പൂര് എന്ന കാര്യത്തിലും ആർക്കും ഒരു സംശയവുമില്ല. ഒരു കാര്യം കൂടെ ഞാൻ ചോദിക്കുകയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഭാഗമായി തന്നെയാണ് ഉദ്യോഗസ്ഥർ ഈ പരിശോധന നടത്തിയതെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കട്ടെ, ചിലപ്പോൾ അത് നമുക്കറിയില്ല കൃത്യമായിട്ടുള്ള ഒരു ധാരണകൾ. എന്നാൽ പോലും ഇപ്പോൾ തിരിച്ച് ആ ഉദ്യോഗസ്ഥരോട് ഇവർ നേതാക്കൾ സംസാരിച്ച ഒരു രീതിയെ അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പക്ഷേ അത് ഞാനത് ന്യായീകരിക്കുന്നില്ല. ഒരു വൈകാരികമായ പ്രകടനമായി മാത്രം അത് കണ്ടാൽ മതി. നമ്മൾ ഇതിനേക്കാളൊക്കെ എത്രയോ വലിയ വ്യക്തിപരമായ ആക്ഷേപങ്ങൾ, പിന്നെ ഒരു തരത്തിൽ പറഞ്ഞാൽ അശ്ലീല ചൊവ്വയുള്ള പ്രയോഗങ്ങളൊക്കെ വൻകിട നേതാക്കന്മാർ, ഉന്നത നിലയിലൊക്കെ നേതാക്കന്മാർ ഇവിടെ പുറപ്പെടുവിച്ചിട്ടുള്ള സന്ദർഭങ്ങളിലൊക്കെ ഞാനും അക്ഷയും ഒക്കെ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്തതല്ലേ. അതൊക്കെ നമ്മളിപ്പോ തലനാരിഴകി പരിശോധിച്ച് ഓരോരുത്തരുടെയും ധാർമ്മിക നിലവാരമൊക്കെ അളക്കാൻ പോകുന്നതിലൊന്നും വലിയ അർത്ഥമില്ല. ഒരു പ്രത്യേകമായ സന്ദർഭത്തിൽ വൈകാരികമായ പ്രതികരണം ഉണ്ടാകും. നമ്മളെയൊക്കെ ചില നേതാക്കന്മാർ പറഞ്ഞിട്ടില്ലേ, ഞങ്ങളൊക്കെ നാട്ടുഭാഷ ഉപയോഗിക്കുന്നവരാണ്, കുന്തവും കുളച്ചക്രവും 1, 2, 3 ഒക്കെ നമ്മൾ കേട്ടവരല്ലേ. അവരൊക്കെ ഇപ്പോഴും വളരെ സസുഖം പൊടിവെച്ച കാറിൽ രാജ്യം മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെ ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അവർക്കൊന്നും അവരുടെ ഒരു തൊലിപ്പുറത്ത് പോലും ഒന്നും ചെയ്യാൻ ആർക്കും ഇവിടുത്തെ ഭരണഘടനയ്ക്കോ ഇവിടുത്തെ അധികാരികൾക്കോ കഴിഞ്ഞില്ലല്ലോ.
അപ്പൊ അതിനൊന്നും വലിയൊരു പ്രാധാന്യം കൊടുക്കേണ്ടതല്ല. പക്ഷേ സ്വാഭാവികമായി ഈ ജനപ്രതിനിധികളൊക്കെ ഉദ്യോഗസ്ഥന്മാരോടോ പൊതുസമൂഹത്തോടോ ഇടപെടുമ്പോഴൊക്കെ കുറെ കൂടെ ആത്മനിയന്ത്രണം പാലിക്കുന്നത് നന്നായിരിക്കും. പക്ഷെ ഇവിടെ നമ്മൾ കേൾക്കുമ്പോൾ അവരാരും അശ്ലീല പദങ്ങളോ മറ്റു തരത്തിലുള്ള പ്രകോപനങ്ങളോ ഉണ്ടാക്കിയതായി ഞങ്ങൾക്ക് എനിക്കൊന്നും മനസ്സിലായിട്ടില്ല. പിന്നെ അവർ ക്ഷോഭിച്ചു എന്നുള്ളതൊക്കെ ശരിയാണ്, വാശിയോടുകൂടി സംസാരിച്ചു എന്നുള്ളത് ശരിയാണ്. അതും നിയന്ത്രിക്കാവുന്നതിന്റെ അങ്ങേയറ്റം നിയന്ത്രിക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതൊക്കെ ഒരു പ്രത്യേക വൈകാരിക സന്ദർഭത്തിൽ ഉണ്ടാകുന്ന പ്രതിഫലനമായി കണ്ടാൽ മതി. അതിനൊന്നും വലിയ പ്രാധാന്യം ഇവിടുത്തെ പൊതുസമൂഹം കൊടുക്കുന്നില്ല, മാധ്യമങ്ങളും കൊടുക്കുന്നില്ല എന്നാണ് മുൻകാല ചരിത്രങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായും വളരെയധികം നന്ദി സർ ഈ അവസരത്തിൽ പ്രതികരിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.